പോകുന്നത് BCOC 136ൻ്റെ തേർഡ് ചാപ്റ്ററായ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി ആണ്. ഇവിടെ പറയുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി നിർണ്ണയിക്കുന്നത് ആ വ്യക്തിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പേഴ്സൺ ഹു ആർ ഓർഡിനറിലി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, സാധാരണഗതിയിൽ ഇന്ത്യയിൽ തന്നെ താമസിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ പേഴ്സൺ ഹു ആർ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, സ്ഥിരമായി ഇന്ത്യയിൽ താമസമുള്ള ഒരു വ്യക്തിയല്ല, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, പക്ഷേ അയാളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. പേഴ്സൺ ഹു ആർ നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ റെസിഡൻ്റ് ആയിട്ടുള്ള വ്യക്തിയല്ല. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി 4 കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ, നോൺ കമ്പനി, പ്ലൂറൽ എൻറ്റിറ്റീസ്, അതുപോലെ കമ്പനീസ്, എവറി അതർ പേഴ്സൺ. അപ്പം നമുക്ക് അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിൻ്റെ ഓരോ കാറ്റഗറീസിനുമുള്ള റൂൾസ് എന്നാണ് നോക്കാം. റൂൾസ് ഓഫ് ഡിറ്റർമൈനിങ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇൻഡിവിജ്വൽ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് കണ്ടീഷൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. കണ്ടീഷൻസ് എന്ന് പറയുന്നത് 2 കണ്ടീഷൻസ് ആണുള്ളത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2, അഥവാ അല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയും. അപ്പം ഈ 2 കണ്ടീഷൻസ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത് ഒരു റെസിഡൻഷ്യൽ ആണോ അല്ലയോ എന്നറിയുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ പാർട്ട് 1 ഓർ ബേസിക് കണ്ടീഷനിൽ പറയുന്നത്, ഹി മസ്റ്റ് ഫിസിക്കലി പ്രസൻറ്റ് ഇൻ ഇന്ത്യ ഫോർ പീരിയഡ് ഓഫ് 182 days ഓർ മോർ ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ അയാൾ ഫിസിക്കലി ഇന്ത്യയിൽ 182 days ഇവിടെ റെസിഡൻ്റ് ആയിട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് ബി ഇൻ ഇന്ത്യ ഫോർ പീരിയഡ് ഓഫ് 60 days, 60 ദിവസം ആ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓർ മോർ ഡ്യൂറിങ് ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ, പ്രീവിയസ് ഇയറിൽ അയാൾ 60 days ഇവിടെ റെസിഡൻ്റ് ആയിരിക്കണം. ഓർ 365 days ഓർ മോർ ഫോർ 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൻ്റെ മുമ്പുള്ള 4 വർഷത്തിൽ പ്രീവിയസ് ഇയറിൻ്റെ മുമ്പുള്ള 4 വർഷത്തിൽ 365 days അയാളിവിടെ റെസിഡൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ 60 ദിവസമായിരിക്കണം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഇയറിൽ 60 days ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 4 yearsന് പ്രീവിയസ് ഇയറിൻ്റെ 4 yearsൽ 365 days അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്തത് അഡീഷണൽ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. അഡീഷണൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇഫ് ഹി ഹാസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 2 out of 10 years പ്രീസീഡിങ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുൻപായിട്ടുള്ള 10 വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 2 years എങ്കിലും അയാൾ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഹി ഹാസ് ബീൻ ഇന്ത്യ ഫോർ periods amounting in all to 730 days or more during 7 previous year preceding the previous year. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസമെങ്കിലും അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പം ഇതൊക്കെയാണ് 2 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇത് അഡീഷണൽ കണ്ടീഷൻസിൻ്റെ 2 കണ്ടീഷൻസ് ആണ്. അതുപോലെ ഫസ്റ്റ് പറഞ്ഞത് ബേസിക് കണ്ടീഷനാണ്. പിന്നെ ഇവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. Exceptions in case individual being citizen of India, if leaves India during previous year as member of crew of an Indian ship or other purpose of employment outside of India, he shall fulfill the basic condition number 2 only where he is in India at least 182 days instead of 60 days. ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുകയും അയാൾ ഇന്ത്യൻ ഷിപ്പിൻ്റെ ക്രൂ ആയിട്ട് പുറത്തു പോവുകയോ അല്ലാന്നുണ്ടെങ്കിൽ അയാളൊരു ജോലി സംബന്ധമായി പുറത്തു പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഹി ഷാൽ ഫുൾഫിൽ ദ ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണം. നമ്പർ 2, ബേസിക് കണ്ടീഷനിൽ നമ്പർ 2 ആയ ഓൺലി വേർ ഹി ഈസ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 182 days, 60 days ആണ് പറഞ്ഞിട്ടുള്ളത്. പ്രീവിയസ് ഇയറിൽ ബേസിക് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിൽ 60 days ഉണ്ടാവണം എന്നാണ്. എന്നാൽ ഈ കണ്ടീഷനിൽ ഇയാൾ പുറത്ത് ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ക്രൂ മെമ്പറായിട്ട് ഇന്ത്യക്ക് പുറത്തു പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
അയാൾ 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായാൽ മതിയാകും. അതുപോലെ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഇഫ് ദ പേഴ്സൺ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഹി ഈസ് ഓൾറെഡി ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ ആൻഡ് കം on visit during the previous year, he shall fulfill the basic condition number 2 only when he is in India for at least 182 days instead of 60. ഇവിടെയും പറയുന്നതാണ് ഒരാൾ ഇന്ത്യയുടെ പുറത്താണ്, അയാൾ എന്നിട്ട് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പം അയാൾ 182 ഡേയ്സ് ഉണ്ടായാൽ മതി. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഇയറിൽ 182 ഡേയ്സ് ഉണ്ടായാൽ മതി. 60 ഡേയ്സ് അയാൾ ഫുൾഫിൽ ചെയ്യണമെന്നില്ല. 182 ഡേയ്സ് ഉണ്ടെങ്കിൽ അയാളുടെ മേൽ ടാക്സ് ലയബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷൻസ്. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. ഇൻഡിവിജ്വൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. റെസിഡൻറ്റ് ആൻഡ് നോൺ ഓർഡിനറി റെസിഡൻറ്റ്. An individual shall become considered as a resident if in India if shall fulfill at least one basic condition and both additional condition. ഇവിടെ ഇൻഡിവിജ്വൽ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ബേസിക് കണ്ടീഷൻ്റെ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻ രണ്ട് കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അയാൾ ഓർഡിനറി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയും. ഇൻഡിവിജ്വലിൻ്റെ കേസിലാണ്. നെക്സ്റ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇൻഡിവിജ്വൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് ഇഫ് എൻ ഇൻഡിവിജ്വൽ സാറ്റിസ്ഫൈ എനി ഓഫ് ദ 2 കണ്ടീഷൻസ് ഓഫ് പാർട്ട് 1 ബേസിക് കണ്ടീഷനിലെ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും ബേസിക് കണ്ടീഷനിൽ 2 കണ്ടീഷൻസും അയാൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ ബേസിക് കണ്ടീഷനിൽ എനി വൺ ഓഫ് ദ 2 കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയും എന്നാൽ അഡീഷണൽ കണ്ടീഷനിൽ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളെയാണ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്ത നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എൻ ഇൻഡിവിജ്വൽ ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ഇൻ പ്രീവിയസ് ഇയറിൽ ബേസിക് കണ്ടീഷൻ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളെയാണ് നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ കേസിലാണ്. അടുത്തത് നോൺ കമ്പനി പ്ലൂറൽ എൻറ്റിറ്റീസ് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി. അതിന് റെസിഡൻ്റായിട്ട് ഓർഡിനറി റെസിഡൻ്റായിട്ട് കണക്കാക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്, കൺട്രോളും ഇതിൻ്റെ മാനേജ്മെൻറ്റ് അഫയേഴ്സും മുഴുവനായോ അല്ലെങ്കിൽ പാർഷ്യലി ആയോ ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്യൂറിങ് പ്രീവിയസ് ഇയറിൽ അതിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും അതിൻ്റെ കാര്യങ്ങളൊക്കെ അഫയേഴ്സൊക്കെ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ പകുതിയായിട്ടോ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതിനെ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെ ദ മാനേജർ റെസിഡൻ്റ് ഇൻ ഇന്ത്യ 2 out of 10 years 10 ഇയേഴ്സിൽ പ്രീവിയസ് ഇയറിൻ്റെ മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ഇവിടെ റെസിഡൻ്റ് ആയിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയും റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെ ആൻഡ് മാനേജർ ഹാസ് ഡ്യൂറിങ് 7 years preceding the years been in India പ്രീവിയസ് ഇയറിൻ്റെ മുമ്പുള്ള 7 വർഷത്തിൽ അയാൾ 730 ഡേയ്സ് റെസിഡൻ്റ് ആയിട്ട് ഇന്ത്യയിലുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. അടുത്തത് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയി കണക്കാക്കുന്നത് ദ മാനേജർ ഡസൻറ്റ് സാറ്റിസ്ഫൈ ദ അഡീഷണൽ കണ്ടീഷനൊന്നും തന്നെ മാനേജർ അഥവാ കർത്ത അത് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് പറയും. അതുപോലെ നോൺ റെസിഡൻറ്റ് ഇഫ് ദ മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർഷ്യലി സിറ്റുവേറ്റഡ് ഇൻ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് മുഴുവനായോ അല്ല പാതികമായോ പ്രീവിയസ് ഇയറിൽ അതിൻ്റെ കൺട്രോളിങ് മാനേജ്മെൻറ്റൊക്കെ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ അതിന് നോൺ റെസിഡൻറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയും. അടുത്ത ഫേംസ് ആൻഡ് അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. റെസിഡൻ്റായി കണക്കാക്കുന്നത് ഇൻ പ്രീവിയസ് ഇയർ ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർഷ്യലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യയിൽ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും ഇന്ത്യയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ റെസിഡൻ്റ് എന്ന് പറയും. നോൺ റെസിഡൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെയിം പ്രീവിയസ് ഇയറിൽ അതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ഇന്ത്യയിലല്ല എന്നുണ്ടെങ്കിൽ അതിനെ നോൺ റെസിഡൻ്റ് എന്ന് പറയും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി ഈസ് റെസിഡൻറ്റ് വെൻ ഇതൊരു കമ്പനി ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ POEM അഥവാ എഫക്റ്റീവ് മാനേജ്മെൻറ്റ്
ഇറ്റ്സ് എ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, അതാണ് POEM. അത് ഇന്ത്യയിലായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ റെസിഡൻറ്റ് കമ്പനി എന്ന് പറയും. ഇത് നോൺ റെസിഡൻറ്റ് കമ്പനി എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഇൻ ഇന്ത്യൻ കമ്പനി ആയിരിക്കില്ല. POM അഥവാ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെ നോൺ റെസിഡൻറ്റ് കമ്പനി എന്ന് പറയും. അടുത്ത് ഇനി അതർ പേഴ്സൺ. റെസിഡൻറ്റ് ഇൻ പ്രീവിയസ് ഇയർ ഇഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഇസ് പാർഷ്യലി ഓർ ഹോളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. പ്രീവിയസ് ഇയറിൽ അതിൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും അഫയേഴ്സും പാർഷ്യലോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസിഡൻ്റ് ആവും. നോൺ റെസിഡൻ്റ് എന്ന് പറയുന്നത് തൊട്ട് ഓപ്പോസിറ്റാണ്. ഇത് മുഴുവൻ പകുതിയോ അതിൻ്റെ മാനേജ്മെൻറ്റും കൺട്രോളും പകുതിയോ അല്ലെങ്കിൽ മുഴുവനായോ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നോൺ റെസിഡൻറ്റ് എന്ന് പറയും. അടുത്തത് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഓൺ ദ ബേസ് ഓഫ് റെസിഡൻസ്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. റെസിഡൻറ്റും ഓർഡിനറി റെസിഡൻറ്റിൻ്റെയും ഇൻകം എങ്ങനെ ഇവാലുവേറ്റ് എന്നാണ് പറയുന്നത്. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ടാക്സബിൾ ആണ്, ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. അടുത്തത് ഇൻകം അക്യൂറിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ ടാക്സബിൾ ഇൻ ഇന്ത്യയാണ്. ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ടാക്സബിൾ ഇൻ ഇന്ത്യയാണ്. ഇത് മൂന്നും എന്താണ് ലാസ്റ്റ് പറഞ്ഞുതരാം. നോൺ റെസിഡൻറ്റ് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ടാക്സബിൾ ആണ് നോൺ-റെസിഡൻറ്റിന്. ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ ടാക്സബിൾ ആണ്, ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതാണ്. ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ നോൺ ടാക്സബിൾ ഇൻ ഇന്ത്യ. നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെത് ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ടാക്സബിൾ ഇൻ ഇന്ത്യ. ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ ടാക്സബിൾ ഇൻ ഇന്ത്യ. ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ടാക്സബിൾ ഓൺലി ഇഫ് ഡിറൈവ്ഡ് ഫ്രം ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. അപ്പം എന്താണ് ഈ പറഞ്ഞ കൈൻഡ്സ് ഓഫ് ഇൻകം നോക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു വ്യക്തി അയാൾ ഇൻകം റിസീവ് ചെയ്യും, അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അത് ക്യാഷായിട്ട് വേണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. ഇനി ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു എംപ്ലോയർ അയാൾക്ക് പിന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടായിട്ട് 12% മുകളിൽ വരികയാണ്. അപ്പം ആ 12% മുകളിൽ വരുന്നതിൻ്റെ മുകളിൽ ടാക്സ് എടുക്കുന്നു. അതാണ് ഇൻകം ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ. ഒരു വ്യക്തി മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വ്യക്തി ഫോറിൻ കൺട്രിയിൽ വർക്ക് ചെയ്യാണ്. ഒരു ഫോറിനർ, ഒരു അർജുൻ എന്ന് പറയുന്ന ആൾ ഫോറിൻ കൺട്രിയിലാണ് റെസിഡൻ്റ് ആയിട്ടുള്ളത്. അപ്പം അയാൾ ഇന്ത്യയിലേക്ക് ഒരു സർവീസ് ചെയ്യാണ്. ആ സർവീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്യുമ്പം ആ പേയ്മെൻറ്റ്, കാരണം ഇന്ത്യയിൽ നിന്നാണ് ആ പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അപ്പം ആ പേയ്മെൻറ്റിൻ്റെ മുകളിൽ ടാക്സ് ഈടാക്കും. അതാണ് ഇൻകം അക്രൂയിങ് ഓർ അറൈസിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തത് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു ഫോറിനർ തൻ്റെ ഇന്ത്യയിലുള്ള അസറ്റ് വിൽക്കുകയും അതിൽ നിന്ന് അയാൾക്ക് ഒരു ഗെയിൻ ഉണ്ടാവുകയും ആ ഗെയിൻ്റെ മുകളിൽ ടാക്സ് ഈടാക്കുന്നതിനെയാണ് ഇൻകം ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു.